മൈ സക്സസുമായി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് മലമ്പുഴയിലാണ്. ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലത്ത് വെച്ച് മൈ സക്സസ് സ്റ്റോറി നമ്മളോട് ഷെയർ ചെയ്യുന്നത് ഡോക്ടർ KP ഖാലിദ് സാറാണ്. ക്യൂട്ടി സോപ്പ് തൊട്ട് വെൽനസ് സെൻറ്റർ വരെ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജേണിയിൽ നമുക്ക് യാത്ര ചെയ്യാം. നമസ്കാരം. മൈ സക്സസിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗുഡ് ബൈ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി KP ഖാലിദാണ്. സാറിനെ സക്സസിലേക്ക് സ്വാഗതം ചെയ്തു. മൈ സക്സസിലേക്ക് സ്വാഗതം ചെയ്തു. സർ, ഈ ഗുഡ് ബൈ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി എങ്ങനെയാണ്? ഈ ഗുഡ് ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ ബായ് എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതിലെങ്ങനെയാണ്, അതായത് നമ്മൾ CEO അല്ലെങ്കിൽ ബായ് എന്ന് പറയുന്നതാണ് ഗുഡ് ബൈ. അപ്പോൾ എന്താണ് ഈ ഗുഡ് ബൈൻ്റെ മീനിങ് വരുന്നത്? അതിൽ പിന്നെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രൊണൗൺസിയേഷൻ വരുമ്പോൾ ഗുഡ് ബൈയും ഗുഡ് ബൈ ഒന്നുമാണ്, ഒരുപോലെയാണ്. BUY നമ്മൾ സി ഓഫ് ചെയ്യുന്നത് BYE ആണ്. ബൈ എന്ന് പറയുന്നത് വാങ്ങുക എന്നുള്ളതാണ്. സോ യു ബൈ ഗുഡ് തിങ്. സോ വാട്ട് എവർ യു ആർ ബൈങ്, യു ആർ പേയിങ് മണി. സോ ദെയർ യു ഹാവ് ടു ഗെറ്റ് ഗുഡ് തിങ്. അപ്പോൾ ഇവിടെ ഗുഡ് ബൈ എന്ന് പറയുന്നത് നല്ലത് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ കേൾക്കുമ്പം പലപ്പോഴും ഇപ്പം ടാറ്റ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമ്മൾ ഗുഡ് ബൈ എന്ന് പറയുമ്പോൾ പറഞ്ഞു പോവാണ്. ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അതെ, ടാറ്റ ഉണ്ട്. അതെ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഗുഡ് ബൈ എന്ന് പറയുന്ന പദം വായിക്കുന്ന വായിക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയില്ല. ഇറ്റ് ഈസ് ബൈയിങ് ഗുഡ് എന്നാണ്. അപ്പോൾ വി ആർ പ്രൊവൈഡിങ് ഗുഡ് തിങ്സ്. മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതെല്ലാം ഗുഡ് തിങ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ക്യൂട്ടിയിലേക്ക് വരാം. നമ്മൾ ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും സുപരിചിതമായ നെയിമാണ് ക്യൂട്ടി സോപ്പ്. അപ്പോൾ എങ്ങനെയാണ് സാർ ആ ക്യൂട്ടി സോപ്പിലേക്ക് എത്തിയത്? അത് പിന്നെ ഞാൻ നേരത്തെയും ഒരുപാട് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും. അതായത് ഞാൻ ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ ആയിരുന്നു. ജ്യോതി ലബോറട്ടറീസിലാണ് ഞാൻ ജോലി ആരംഭിച്ചത്, എൻ്റെ കരിയർ ആരംഭിച്ചത്. ഐ വാസ് ഒരു റീജിയൻ്റെ മൊത്തം ഇൻചാർജ് ആയിരുന്നു. പിന്നീട് ഞാൻ വിദേശത്ത് പോയി തിരിച്ചു വന്ന് ഞാനൊരു ബിസ്ക്കറ്റ് ട്രേഡിംഗ് ആയിരുന്നു. ആ ട്രേഡിങ്ങിൽ ആ കമ്പനിയെ മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തപ്പോൾ ഓൺ പ്രോഡക്റ്റ് വേണം എന്നുദ്ദേശിച്ചു. ഓൺ പ്രോഡക്റ്റ് വേണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ FMCG ആണ് നമ്മുടെ പ്രവർത്തന മേഖല. അതിൽ ആളുകൾക്ക് കൊടുക്കാവുന്ന ബെറ്റർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോപ്പായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ സോപ്പ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. ക്യൂട്ടി ഞാൻ ബേസിക്കലി ഒരു FMCG പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗിൽ നിന്ന് വന്ന ആളാണ്. എൻ്റെ ആദ്യത്തെ കമ്പനി ജ്യോതി ലബോറട്ടറീസ് ഉജാലയായിരുന്നു. ഉജാല ഞാൻ ലോഞ്ച് ചെയ്ത ആളാണ് കർണാടക റീജിയൻ്റെ ഹെഡ് കൂടിയായിരുന്നു. thereafter ഞാനൊരു വിദേശയാത്ര പോയി ആസ് എക്സ്പാട്രിയേറ്റ്. ഞാൻ അവിടെ ജോലി ചെയ്തു. തിരിച്ചു വന്നിട്ട് ഞാനൊരു ബിസ്ക്കറ്റ് ട്രേഡിംഗ് ആണ് ചെയ്തിരുന്നത് ത്രൂ ഔട്ട് കേരള. ഇറ്റ്സ് എ മാർക്കറ്റിംഗ്. ആ പ്രോഡക്റ്റ് മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തപ്പം ആ കമ്പനിയുടെ പ്രോഡക്റ്റിന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ വന്നു. സോ ഐ തോട്ട് നമ്മുടെ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ക്യൂട്ടിയിലേക്ക് വന്നത്. ഇപ്പം നമ്മളൊരു സക്സസ് ലെവലിൽ എത്തണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹൈ പൊസിഷനിൽ നമ്മൾ ക്യൂട്ടി എന്നുള്ള ഒരു സോപ്പ് മറ്റുള്ള സോപ്പുകൾ എന്നല്ല, മറ്റുള്ള സ്ഥാപനങ്ങളിൽ വെച്ച് തന്നെ ഞാൻ പറയാണ്, ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിരിക്കും. നമുക്കൊരു ഈസി വേ ആയിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. അതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഇതൊരു ജേണിയാണ്, ഒരു ടഫ് ജേണിയാണ്. ഒരു പ്രോഡക്റ്റ് ഒരു ബ്രാൻഡാക്കി മാറ്റുന്നതിൽ, ആ ബ്രാൻഡ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് ഘടകങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഈ പ്രോഡക്റ്റിനുള്ള ഒരു ഭാഗ്യം, അത് ദൈവം തരുന്നതാണ്. സോ അതിന് നമ്മൾ ദൈവത്തോട് സ്തുതി പറയുകയാണ്. ഒരു ബ്ലെസ്സിങ്. ഏതൊരു പ്രോഡക്റ്റും ഒരു പ്രോജക്റ്റും സക്സസ്ഫുൾ ആവണമെങ്കിൽ അത് ദൈവഹിതമാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഗന്ധം, അവരിഷ്ടപ്പെടുന്ന അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്ലെൻലിനെസ്, ഏറ്റവും പ്രധാനം ഇതിൻ്റെ ലാസ്റ്റിംഗ്. ഞാനൊരു സോപ്പിന് ഒരു ഓട്ടോറിക്ഷയിൽ ഞാൻ 30 രൂപ കൊടുത്ത് 2 സ്റ്റോപ്പ് അപ്പുറത്ത് ഇറങ്ങുമെങ്കിലും ഒരു സോപ്പിന് 30 രൂപ കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കും എനിക്കൊരു ആഴ്ചയെങ്കിലും അത് കിട്ടണം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും അതിൽ ക്യൂട്ടിയിൽ ഒത്തുചേർന്ന് വന്നു എന്നുള്ളതാണ്
ക്യൂട്ടിയുടെ സക്സസിൻ്റെ കാരണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു. അന്ന് ഇത് 20 ആയിരുന്നു. 10 വർഷത്തിന് ശേഷം ഇന്നത് 28 ആയിട്ടുള്ളൂ. മറ്റ് പല ഉൽപ്പന്നങ്ങളും 35, 38, 40, 100 രൂപയും ഒക്കെ ആയി മാറുമ്പോഴും ക്യൂട്ടിയുടെ പിന്നെ ഇൻക്രീസ് എന്ന് പറയുന്നത് 10 വർഷത്തിൽ 8 രൂപയേ ഉള്ളൂ. വളരെ ചെറിയ രീതിയിൽ ഇപ്പോഴും അതൊരു 100 ഗ്രാം പ്ലസ് 15 ഗ്രാം എക്സ്ട്രാ ആണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് സാധാരണക്കാരിലേക്ക് അത് നല്ല രീതിയിൽ അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഉൽപ്പന്നം ബെസ്റ്റ് ക്വാളിറ്റിയിൽ കൊടുക്കും. നമ്മൾ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവും. നമ്മളുടെ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പം ചിലർ പറയും, പല ആളുകൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ പരിപാടിക്ക് ഇറങ്ങി വല്ല തെങ്ങുന്നോപ്പ് വാങ്ങിക്കൂടായിരുന്നോ? നെഗറ്റീവ്സ് ചോദിക്കും. പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവുകളാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടുക, നമ്മൾ തകരാതിരിക്കാനുള്ള. ഇത് മറികടക്കണം. മാർക്കറ്റിലുള്ള ഒരുപാട് ചാലഞ്ചുകൾ, സെയിൽസ് ടീം, നമ്മുടെ ഫാക്ടറിയിലുള്ള ആളുകൾ, അവിടെ പ്രശ്നങ്ങളില്ലാതിരിക്കുക, നിരവധി കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം നമ്മളെ എല്ലാ ദിവസവും റീഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ സ്വയം റീഫ്രഷ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. സെൽഫ് മോട്ടിവേഷൻ റീഫ്രഷ് ചെയ്യുന്നു. എൻ്റെ എല്ലാ നെഗറ്റീവ്സും ഞാൻ മറക്കുന്നു. എൻ്റെ ലക്ഷ്യം ഇതാണ്. അത് ആ ജേണിയുടെ അന്ത്യം, അതിൻ്റെ സക്സസ്സിലേക്ക് പോകുന്ന ജേണി. ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പം സാറിൻ്റെ അതായത് നമ്മളൊരു ഗ്രൂപ്പാണ്, ഒരു ടീമാണ്, ടീമിൻ്റെ സക്സസ് ആണ്. അപ്പോൾ സാറിന് പറയുമ്പോൾ സാറിൻ്റെ എല്ലാ സ്റ്റാഫ്സും അവരെത്രത്തോളം സാറിന് സപ്പോർട്ടീവ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഞാൻ കേട്ടിട്ടുണ്ട് കോവിഡ് കാലങ്ങളിൽ സാറ് എല്ലാ സ്റ്റാഫിനും ഫുൾ എമൗണ്ടും കൊടുത്തിട്ടാണ് സാർ അന്ന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലമായിരുന്നു അത്. പക്ഷേ സാറിൻ്റെ സ്റ്റാഫിന് ആർക്കും തന്നെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതാണ് അവരെല്ലാവരും അത്രയും സ്നേഹവും സപ്പോർട്ടും സാറിന് തരുന്നുണ്ട്. നമ്മുടെ ഇതൊരു ടീമാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ എൻഡിലാണ് നമ്മുടെ സ്റ്റാഫും നമ്മുടെ ആളുകളുള്ളത്. മറ്റൊരു എൻഡിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് അവരുടെ വണ്ടി കൊണ്ടുപോയി മാർക്കറ്റിൽ കടം കൊടുത്ത് സെയിൽ ചെയ്യുന്നു. നമുക്ക് അതിലും നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ 2018 നമ്മുടെ പ്രളയം, വലിയ ഫ്ലഡ് ഉണ്ടായി. അപ്പം നമ്മുടെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇപ്പം പറവൂർ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവരുടെ സ്റ്റോക്ക് കംപ്ലീറ്റ് വെള്ളത്തിലായിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ കടയിൽ മുഴുവനും വെറും ചളിയും ഇത് മാത്രമായിരുന്നു. അപ്പോൾ എങ്ങനെ അവൻ കച്ചവടം ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവരുടെ ആ സമയത്തുണ്ടായിരുന്ന സ്റ്റോക്ക് എന്താണോ ആ സ്റ്റോക്ക് എടുത്തിട്ട് അത് നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്തു, റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പല ഏരിയകളിലും, കോട്ടയം ഭാഗത്ത്, ആലപ്പുഴ ഭാഗത്ത്, അങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആ മെറ്റീരിയൽ കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ സോഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ കാരണം നമ്മളുടെ പ്രയാസത്തിൽ അവർ നമ്മുടെ ഒപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരോടൊപ്പം ഉണ്ടാവും. അത് നമ്മുടെ തൊഴിലാളികൾ മാത്രമല്ല, നമ്മളുടെ സപ്ലൈ ചെയിനിൽ വരുന്ന എല്ലാവരുടെ കൂടെയും നമ്മൾ ഉണ്ടായി എന്നുള്ളതാണ്. ഡെഫിനറ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റിനോട് അവർ കാണിക്കും. തീർച്ചയായിട്ടും. നമ്മൾ ക്യൂട്ടിയെ പറ്റി പറഞ്ഞു, നമ്മൾ ഫ്ലഡ്, നമ്മൾ ആ ഒരു ഫേസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഈ ക്യൂട്ടിയിൽ നിന്ന് നമ്മളൊരു വെൽനെസ്സിലേക്ക് വന്നു, ഓറിവോ. എങ്ങനെയാണ് ആ ഒരു വെൽനെസ്സിലേക്ക് വന്നത്? പിന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഓറിവോ എന്നുള്ള പേര് അത് എന്താണ് മീൻ ചെയ്യുന്നത്? ഓക്കെ, ആദ്യം രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഓക്കെ, ഓറിവോ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് സേയാണ്. ഫ്രഞ്ച് സേയാണ്. അപ്പം അത് അർത്ഥമാക്കുന്നത് ഒരു സി ഓഫ് ആണ്. സി യു നെക്സ്റ്റ് ടൈം ടിൽ വി മീറ്റ്. ഒരു പ്രതീക്ഷയുടേതാണ്. ഇനി വീണ്ടും കാണാം. അതാണ് ഓറിവോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ച് നെയിം നമ്മളിടാൻ കാരണം നമുക്ക് കേരളത്തിന് ഫ്രാൻസുമായിട്ടൊരു ബന്ധമുണ്ട്, മാഹി നമുക്കറിയാം. അപ്പം ഒരു ഫ്യൂഷനാണ് ഇവിടുത്തെ കെട്ടിടങ്ങളുമെല്ലാം. അപ്പം ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് ക്യൂട്ടിയിൽ നിന്ന് നമ്മൾ വെൽനെസ്സിലേക്ക് വരുന്നത് എന്നുള്ളത്. രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം വെൽനെസ് എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രി എൻ്റെ ഒരു പാഷനാണ്. ഈ ഇത്തരം എൻ്റെ ശരിക്കൊരു ഡ്രീം, നേരത്തെ ചോദിച്ചല്ലോ, ക്യൂട്ടി ഒരു ഡ്രീമായി എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നത് ഒരു വെൽനെസ് ഇൻഡസ്ട്രിയാണ്. എസ്പെഷ്യലി നമ്മുടെ നാടിൻ്റെ ഭംഗി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു
വെൽനസ് എക്സ്പ്ലോർ ഒരു ഇൻഡസ്ട്രി. അതാണ് ഒരു ഗ്രീൻ എന്നുള്ളത്. ഞങ്ങളിപ്പം ഇതിൻ്റെ പ്രോജക്റ്റിന് തന്നെ പുതിയ പ്രോജക്റ്റായിട്ട് ഗിവിങ് ഗ്രീൻ, അതെന്താണ് ഞാൻ പറയാം. അപ്പം അങ്ങനൊരു ഗ്രീനറി ഒരു വിഷനാണ് എൻ്റെ ഈ വെൽനസ് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പം സർ ഇത് പാലക്കാട് ഇവിടെ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്തത്, ഈ ഒരു പ്ലേസിലായിരിക്കണം എന്നുള്ളത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് മലമ്പുഴ. സ്കൂളിൽ നിന്ന് മലമ്പുഴയിലേക്ക് ഒരു എക്സ്കർഷൻ വരാത്തവരാരും താമസിക്കാറില്ല, പക്ഷേ രാവിലെ വന്ന് വൈകുന്നേരം ആ ഡാം കണ്ടു പോകും. ഈ 7 പുഴകളാണ് നമ്മുടെ ഇതിന് ചുറ്റും. ഇതിപ്പോൾ നമ്മുടെ റിസർവോയറിൻ്റെ പിന്നിലാണ് 7ഓളം പുഴകളാണ് മലമ്പുഴയിലേക്ക് കുത്തിയൊലിച്ച് വരുന്നത്. അപ്പോൾ ഇത് മലയിൽ നിന്ന് വരുന്ന ഫ്രഷ് ആയിട്ടുള്ള വാട്ടറാണ്. പലപ്പോഴും പാലക്കാട് എന്ന് പറയുമ്പോൾ ചൂട് കൂടിയ സ്ഥലമാണെന്ന് പറയും. പക്ഷെ ആ ചൂടിൻ്റെ ഒരു 2-3 മാസം കഴിഞ്ഞാൽ പാലക്കാട് ഗ്രൂം ചെയ്യുന്നൊരു സമയമാണ് മഴ. മഴ കാണണമെങ്കിൽ ദിസ് ഇസ് ദ പ്ലേസ് വേർ ഞങ്ങൾ പറയാറുണ്ട്, വേർ റെയിൻ മീറ്റ്സ് റിവർ. മഴ പുഴയോട് ചേരുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വശ്യ ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ഓക്സിജൻ ഇതിൻ്റെത്. പിന്നെ മറ്റൊന്നും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 20 മിനിറ്റ് മലമ്പുഴയിലേക്ക് വന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. അങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ കേരളത്തിൽ എവിടെയില്ല. സർ, ഇപ്പം ഡെസ്റ്റിനേഷൻ വെഡിങ്ങിൻ്റെ കാലമാണ്. ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ഒരുപാട് ഡെസ്റ്റിനേഷൻ വെഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിലേക്ക് വന്നത്? ഇതൊരു വെൽനസ് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് നടന്നത്? ഇവിടെ ഏറ്റവും അവസാനമായി ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് നടന്ന ഓസ്ട്രേലിയയിലെ ഒരു പെൺകുട്ടിയാണ്. അവരുടെ ഫാമിലി ഇവിടെ വന്ന് താമസിക്കുകയും അവരുടെ വീട് ഇതാക്കി മാറ്റുകയും അവരുടെ വരൻ്റെ കുടുംബത്തിനൊരു റിസപ്ഷൻ ഇവിടെ കൊടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ഞങ്ങളുടെ നാട് പോലെയാണ്, അത്രയും ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. സോ ഈ ഭംഗി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സാറിൻ്റെ ഇപ്പം നമ്മൾ വെൽനസും ക്യൂട്ടിയും അതൊക്കെ നമ്മൾ സാറിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു. അപ്പം ഇനി എന്താണ് സാറിൻ്റെ ന്യൂ പ്രൊജക്റ്റ് എന്താണ്? അതായത് ഞങ്ങൾ പ്രയാൺ 2030 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലാണ്. പ്രയാൺ എന്ന് പറയുന്നതാണ് ജേണി. പ്രയാൺ 2030 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലാണുള്ളത്. നമ്മുടെ എല്ലാ ഗ്രൂപ്പും ചേർന്നുകൊണ്ട് നമുക്ക് ഒരു 2030ലേക്ക് എത്തുമ്പോൾ 1000 crore കമ്പനി എന്നാണ്. അപ്പോൾ അതിൽ 1000 crore കമ്പനി 1000 crore ടേൺ ഓവർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റ്. അതിൽ 500 crores ക്യൂട്ടിയുടെ ഭാഗത്തു നിന്നും 250 crores ഹോസ്പിറ്റാലിറ്റി, 250 crores പുതിയൊരു പ്രോജക്റ്റാണ് ഇ കോമേഴ്സിൽ ഹെർബൽ കോസ്മെറ്റിക്സ് ആണ്. ഹെർബൽ കോസ്മെറ്റിക്സ് അതിൻ്റെ ബ്രാൻഡിങ്ങും അതിൻ്റെ ലോഞ്ചും വരാൻ പോവുകയാണ്. സോ ഇറ്റ്സ് ഇൻ പ്യുവർലി ഓൺലൈൻ. പിന്നെ ഹെർബൽ അതുപോലെ കോസ്മെറ്റിക്കിൻ്റെ ഒരു ഫ്യൂഷനാണ്. അതിൽ ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഫേസ് ക്രീം, സൺസ്ക്രീൻ അതുപോലുള്ള കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ആണ്. ഒരു ന്യൂ ജനറേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നമ്മൾ അതിൽ കാറ്റർ ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ഈസ് അവർ പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ പേരൊന്നും ഇപ്പോൾ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നില്ല. ഡെഫിനറ്റ്ലി ദർ ബി എ ലോഞ്ച്. അതായത് കേരളത്തിൻ്റെ ബേസിക്കൽ ബൊട്ടാനിക്സിൻ്റെ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാർ, അപ്പം സാറിൻ്റെ വിലയേറിയ സമയം, സാറിൻ്റെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി കുറച്ച് ടൈം, മൈ സക്സസിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ പുതിയ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ ക്യൂട്ടി ആണെങ്കിലും വെൽനസ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ വെഞ്ചറിനാണെങ്കിലും ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്.